Dr. T.M. Thomas Isaac. Yes, sir. I, T.M. തോമസ് ഐസക്കായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തിന് മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടുകൂടി മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയോ നിയമമോ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. I, T.M. തോമസ് ഐസക്കായ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ലെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. Sir, the swearing in is now complete. തീർച്ചയായും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മന്ത്രിസഭ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഗവർണർക്കൊപ്പം അരുൺ, തീർച്ചയായും ഈ നിമിഷമായിരുന്നു ഏറ്റവും വലിയ സൗന്ദര്യ മുഹൂർത്തമായി ഒരുപക്ഷെ ജനം പ്രതീക്ഷിച്ചത്. വോട്ടെടുപ്പിലൂടെ അതാണ് ബോധ്യമായത്. ഇനിയുള്ള നിമിഷങ്ങൾ
ഇനിയുള്ള നിമിഷങ്ങളാകും ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങൾ. അതെ, ഏറെ രാഷ്ട്രീയ വെല്ലുവിളികൾ ഒക്കെ നിറഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത്. നിലവിലെ ഭരണ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് കടന്നു പോകേണ്ടതെന്ന് അടക്കമുള്ള വളരെ ഗൗരവതരമായ ചോദ്യങ്ങൾ ഉണ്ട്. എന്ത് തരത്തിലുള്ള വെല്ലുവിളികളാണ് ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത്? അത് എങ്ങനെയാണ് ഫലപ്രദമായി, കാലാനുസൃതമായി, കാലോചിതമായി ഈ സർക്കാർ അനുവർത്തിക്കുക എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. എന്തായാലും 18 മന്ത്രിമാർ നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ആദ്യം മുഖ്യമന്ത്രിയായി പിണറായി വിജയനാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് ഇ ചന്ദ്രശേഖരൻ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. തുടർന്ന് NCPയുടെ മന്ത്രി AK ശശീന്ദ്രൻ അദ്ദേഹമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് AK ബാലനായിരുന്നു സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് KT ജലീൽ അദ്ദേഹവും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയും KT ജലീലും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. തുടർന്ന് EP ജയരാജൻ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് കടകംപള്ളി സുരേന്ദ്രൻ സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് മേഴ്സിക്കുട്ടി അമ്മയും AC മൊയ്തീനും തുടർന്ന് K രാജുവും സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. തുടർന്ന് TP രാമകൃഷ്ണൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, KK ശൈലജ ടീച്ചർ, G സുധാകരൻ, VS സുനിൽകുമാർ, P തിലോത്തമൻ, ഒടുവിലായി ഡോക്ടർ TN തോമസ് ഐസക്, ഇത്രയും മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. തീർച്ചയായും ഇപ്പോൾ പുതിയതായി അധികാരമേറ്റ മന്ത്രിസഭയെ അനുമോദിക്കാനായി എത്തുകയാണ് വിവിധ കോണിൽപ്പെട്ടവർ. അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് എന്ന് തോന്നുന്നു. സെൻട്രൽ സ്റ്റേഡിയം യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ജനകീയമായ ഒരു സദസ്സായി മാറുകയും ആ ജനകീയ സദസ്സിന് മുന്നിൽ പിണറായി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ വിവിധ വിഭാഗം ജനങ്ങൾ, അല്ലെങ്കിൽ ആബാലവൃദ്ധം ജനങ്ങൾ, എല്ലാ കോണുകളെയും പ്രതിനിധീകരിക്കുന്ന സാന്നിധ്യങ്ങൾ ഒക്കെയും സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്ക് നമുക്ക് സാധ്യമായി. ആ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുപക്ഷെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളത് കൂടിയുണ്ട്. അരുൺ, ഇനി നിയുക്ത മുഖ്യമന്ത്രി എന്ന് പറയേണ്ടതില്ല, ഇനി മുഖ്യമന്ത്രിയാണ്. ഇനി നിയുക്ത മന്ത്രിമാർ എന്ന് പറയേണ്ടതില്ല, ഇനി മന്ത്രിമാരാണ്. അങ്ങനെ 18 പേർ കേരളത്തിൻ്റെ പുതിയ യുഗത്തിലേക്ക് കടന്നിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ അവർ തന്നെ പ്രഖ്യാപിച്ചതുപോലെ പുതിയ കേരളം, നവകേരളം, നവയുഗം, ആ നവയുഗ പിറവിക്കാണ് ഒരുപക്ഷെ ഇനി കേരള ജനത സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും നാം ഓരോരുത്തരും, മാധ്യമപ്രവർത്തകരടക്കമുള്ളവർ പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളൊക്കെയും നടപ്പാക്കുക, ഒപ്പം വികസനത്തെ സംബന്ധിച്ചും അഴിമതിരഹിതമായ ഭരണത്തെ സംബന്ധിച്ചും ഒക്കെ LDF തന്നെ മുമ്പോട്ട് വെച്ചതുപോലെ എത്രത്തോളം വെല്ലുവിളികളാണ് ഇതൊക്കെ നടപ്പാക്കാൻ നേരിടേണ്ടി വരിക എന്നതടക്കമുള്ള സമഗ്രമായ രാഷ്ട്രീയ ചർച്ചയ്ക്കാകും ഇനി കേരളം സാക്ഷിയാവുക, വേദിയാവുക. ആ സമഗ്രതയിലേക്ക് കൂടിയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് വഴി തുറന്നത്. അരുൺ, അതെ, തീർച്ചയായും. എന്തായാലും സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാലാവസ്ഥയും അനുകൂലമായിരുന്നു. രാവിലെ നേരിയ മഴ പെയ്തു. സത്യപ്രതിജ്ഞയ്ക്ക് 1 മണിക്കൂർ മുൻപ് പോലും ഒരല്പം മഴയുണ്ടായിരുന്നുവെങ്കിലും ആ സമയങ്ങളിൽ കൃത്യമായ അന്തരീക്ഷമായിരുന്നു. മാനം തെളിഞ്ഞു തന്നെയാണ് നിന്നത്. മഴയുടെ സാഹചര്യങ്ങൾ യാതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച അത്ര ഒരു വലിയ ജനവിഭാഗം ജനസഞ്ചയം എത്തിച്ചേരുകയും ചെയ്യുകയുണ്ടായി. 18 മന്ത്രിമാർ നിലവിൽ സത്യപ്രതിജ്ഞ ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ നിയുക്ത മന്ത്രിമാർ എന്നതിൽ നിന്ന് മന്ത്രിമാർ എന്നതിലേക്ക് ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തോടുകൂടി അധികാരമേറ്റെടുത്തു. ഇനി മന്ത്രിസഭാ യോഗം, അതിനുശേഷം ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ച വളരെ കൃത്യമായ ഒരു ക്ലിയർ കട്ട് ഐഡിയ അതിനുശേഷം മാത്രമാണ്. എങ്കിലും ഏകദേശ ധാരണ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നു. ആ ധാരണ പ്രകാരം എന്തൊക്കെയാണ് ഒന്ന് പറയൂ. പിണറായി വിജയൻ മുഖ്യമന്ത്രി, ഒപ്പം പൊതുഭരണ വകുപ്പ്, വിജിലൻസ്, IT എന്നിവ പിണറായി വിജയൻ നോക്കും. അടുത്തതായി EP ജയരാജൻ വ്യവസായവും, അതെ, ആഭ്യന്തരം, പൊതുഭരണം, IT, വിജിലൻസ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒപ്പമാണ്. AC മൊയ്തീൻ സഹകരണവും ടൂറിസവും AC മൊയ്തീൻ ആണ്. ഒപ്പം AK ബാലൻ അദ്ദേഹം നിയമം, സാംസ്കാരികം വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യും. EP ജയരാജൻ വ്യാവസായിക വകുപ്പും കായികം മന്ത്രിയും EP ജയരാജനാണ്. കടകംപള്ളി സുരേന്ദ്രൻ വൈദ്യുതി വകുപ്പും ദേവസ്വവും അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുക. തദ്ദേശ സ്വയംഭരണ വകുപ്പ് KT ജലീലിനാണ്. ജലവിഭവ വകുപ്പ് മാത്യു ടി തോമസ് ആയിരിക്കും
കൈകാര്യം ചെയ്യുക. തൊഴിൽ എക്സൈസ് വകുപ്പുകൾ ടി പി രാമകൃഷ്ണനായിരിക്കും കൈകാര്യം ചെയ്യുക. എന്തായാലും 18 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം കൃത്യമായ തീരുമാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അരുൺ, മന്ത്രിസഭായോഗം, ആദ്യത്തെ മന്ത്രിസഭായോഗം എന്തൊക്കെയാകും അജണ്ടയായി എടുക്കുക എന്നതൊക്കെ അറിയാനായി നമുക്ക് നമ്മുടെ പ്രതിനിധികളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പായി ഒരുപക്ഷെ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്ന വകുപ്പുകളെ സംബന്ധിച്ചുള്ള വിഭജനം, അല്ലെങ്കിൽ വകുപ്പുകൾ ആർക്കൊക്കെ എന്നിവയൊക്കെ സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനമാകും ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇനി മന്ത്രിസഭാ യോഗം എപ്പോഴാണ് ചേരുക അടക്കമുള്ള വിശദാംശങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ പ്രതിനിധികൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ കരുതേണ്ടത്. കാരണം സത്യപ്രതിജ്ഞയുടെ ഏറ്റവും ഒടുവിലത്തെ അവസാന മണിക്കൂറിലെ അവസാന മിനിറ്റിലെ വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാക്കിയത്, അവിടെ നിന്ന് നൽകിയത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ തുടർ നടപടികൾ, ഒപ്പം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇനി എന്തൊക്കെ സാങ്കേതിക നടപടിക്രമങ്ങൾ കൂടിയാണ് പൂർത്തിയാകാനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ അറിയേണ്ടതായുണ്ട്. അത് ഈ മിനിറ്റുകളിൽ വരുന്ന വാർത്തകളാണ്, അതിനി അറിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും മന്ത്രിമാർ അവരുടെ വകുപ്പുകൾ ഒക്കെ സംബന്ധിച്ച് സ്ക്രീനിൽ കൃത്യമായി കാണിക്കുന്നുണ്ട്. 18 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സ്പീക്കർ അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ പിന്നീടാണ് ഉണ്ടാവുക. കെ രാജു വനം വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും, കെ ടി ജലീൽ അദ്ദേഹം തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യും. എന്തായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ ഒക്കെ അടക്കം വരാനിരിക്കുന്നു. കെ ടി ജലീൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, ആഭ്യന്തരവും പൊതുഭരണവും ഐ.ടിയും വിജിലൻസും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കൈകാര്യം ചെയ്യും. കടകംപള്ളി സുരേന്ദ്രൻ വൈദ്യുതി വകുപ്പും ദേവസ്വം വകുപ്പും അദ്ദേഹം ആകും കൈകാര്യം ചെയ്യുക. കെ ശൈലജ ടീച്ചർ ആരോഗ്യവും സാമൂഹ്യ ക്ഷേമ വകുപ്പും കെ ശൈലജ ടീച്ചറാകും കൈകാര്യം ചെയ്യുക. തീർച്ചയായും ജിതിൻ നമ്മുടെ പ്രതിനിധി രാജ്ഭവന് മുന്നിൽ ഉണ്ട്. അരുൺ, ജിതിനിലേക്ക് പോകാം. ജിതിൻ, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ ജനകീയമായ സദസ്സിന് ശേഷം ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ? മന്ത്രിസഭാ യോഗം എപ്പോഴാണ്? മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഗവർണറെ കാണാൻ ഇനി എത്തുമോ? മന്ത്രിസഭാ യോഗമാണോ അടുത്തത്? ആ നടപടിക്രമങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ ജിതിൻ. അജിംഷാദ്, സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിസഭാംഗങ്ങളും അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിലേക്ക് എത്തും. ഇവിടെ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം മന്ത്രിസഭാംഗങ്ങൾക്ക് ഒരുക്കിയ വിരുന്ന സൽക്കാരത്തിൽ പങ്കുകൊള്ളാനായാണ് മന്ത്രിസഭാംഗങ്ങളും മുഖ്യമന്ത്രിയും ഇങ്ങോട്ട് എത്തുന്നത്. മന്ത്രിസഭാംഗങ്ങൾക്ക് പുറമെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായ CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ, ഒപ്പം മുൻ പ്രധാനമന്ത്രിയായ ദേവഗൌഡ എന്നിവരും ഇന്ന് ഗവർണറുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണർ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇതിന് പുറകെ തന്നെ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിസഭാംഗങ്ങളും രാജ്ഭവനിലേക്ക് എത്തും. രാജ്ഭവനിൽ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന വിരുന്നു സൽക്കാരമാണുള്ളത്. അതിനുശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും സെക്രട്ടേറിയറ്റിലെത്തി അധികാരത്തിലേറുന്നത്. സെക്രട്ടേറിയറ്റിലെത്തി തങ്ങളുടെ ചുമതല ഏറ്റെടുക്കുന്നത് 6 മണിയോടുകൂടി മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തുക. തുടർന്ന് അല്പസമയത്തിനകം തന്നെ ചാർജ് ഏറ്റെടുത്ത ശേഷം അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാ യോഗം നടക്കും. ആദ്യ മന്ത്രിസഭാ യോഗം നടക്കും. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും, വാർത്താ സമ്മേളനം നടത്തും. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്പസമയം മുമ്പാണ്, നമുക്കറിയാം, അല്പസമയം മുമ്പാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിച്ചത്. അവർ അല്പസമയത്തിനകം തന്നെ രാജ്ഭവനിലേക്ക് ഗവർണറുടെ വിരുന്നു സൽക്കാരത്തിൽ പങ്കുകൊള്ളാനായി എത്തും. അജിംഷാദ്. തീർച്ചയായും ജിതിൻ, ഒരുപക്ഷെ അതിനുശേഷമാകുമോ മന്ത്രിസഭാ യോഗം? ഇപ്പോൾ പുറത്തെത്തുന്ന വാർത്തകൾ പ്രകാരം വകുപ്പുകളുടെ കാര്യത്തിലൊക്കെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ കൃത്യമായും അതേക്കുറിച്ച് ഔദ്യോഗികമായി പറയാനുമാകൂ. ആ ഘട്ടത്തിൽ മന്ത്രിസഭാ യോഗം അതിനുശേഷമാകുമോ ചേരുക? അതോ ഇന്ന് തന്നെ ഉണ്ടാകുമോ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം? അത്തരം കാര്യങ്ങൾ കൂടി അറിയാൻ ജിതിൻ.
അജിംഷാദ്, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കും വകുപ്പുകൾ കൃത്യമായി പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക മന്ത്രിസഭാ യോഗത്തിന് ശേഷമായിരിക്കുമെന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യത്തെ ചടങ്ങ് തന്നെ ഗവർണറുടെ സൽക്കാരമാണ്. അതിനായി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റിലെത്തി എല്ലാവരും ചാർജ് എടുക്കുന്നതും. അതിനുശേഷമാണ് മന്ത്രിസഭാ യോഗം നടക്കുക. മന്ത്രിസഭാ യോഗത്തിൽ വകുപ്പുകൾ കൃത്യമായി തീരുമാനിച്ച ശേഷമായിരിക്കും വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന വാർത്താ സമ്മേളനത്തിലായിരിക്കും വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷമുള്ള ആദ്യ ചടങ്ങ് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിസഭാംഗങ്ങളുടെയും ആദ്യ ചടങ്ങ് ഗവർണറുടെ സൽക്കാരം ഏറ്റുവാങ്ങലാണ്. അതിനായി അല്പസമയത്തിനകം തന്നെ എല്ലാവരും രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ രാജ്ഭവനിൽ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ മുഖ്യമന്ത്രിക്കും എല്ലാ മന്ത്രിസഭാംഗങ്ങൾക്കും ഒപ്പം തന്നെ ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിശിഷ്ടാതിഥികൾക്കും ആണ് ഇവിടെ വിരുന്ന് ഒരുക്കിയിരിക്കുന്നത്. അതിനായി അല്പസമയത്തിനകം തന്നെ മന്ത്രിസഭാംഗങ്ങൾ എത്തിച്ചേരും. അജിംഷാദ്, രാജ്ഭവനിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായും നമ്മുടെ രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കാണുന്നത്. നിയുക്ത മന്ത്രിമാർ എന്നല്ല, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത മന്ത്രിമാർക്ക് അത്താഴ വിരുന്ന് നൽകുന്നുണ്ട് ഗവർണർ രാജ്ഭവനിൽ. അതിനുശേഷം നിലവിൽ മന്ത്രിസഭായോഗം ഉണ്ടാകും. മന്ത്രിസഭാ യോഗത്തിന് ശേഷമാകും കൃത്യമായി ഇക്കാര്യത്തിൽ ഏതൊക്കെ വകുപ്പ് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു പ്രഖ്യാപനം ഔദ്യോഗികമായി ഉണ്ടാവുകയും ചെയ്യുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരവും വിജിലൻസും പൊതുഭരണവും IT വകുപ്പുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവും കൈകാര്യം ചെയ്യുക. ആഭ്യന്തരം, വിജിലൻസ്, പൊതുഭരണം, IT വകുപ്പുകൾ TP രാമകൃഷ്ണൻ, അദ്ദേഹം തൊഴിൽ വകുപ്പും എക്സൈസ് വകുപ്പും TP രാമകൃഷ്ണൻ തന്നെയാവും കൈകാര്യം ചെയ്യുക. എന്തായാലും തൊഴിലാളികളുടെ പ്രിയപ്പെട്ട TP രാമകൃഷ്ണൻ ഇനി എക്സൈസ് മന്ത്രി കൂടിയാണ്. അതുപോലെ തോമസ് ഐസക്, അദ്ദേഹം ധനകാര്യ വകുപ്പാണ്. സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ VS മന്ത്രിസഭയിൽ ധനമന്ത്രി എന്ന നിലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ TN തോമസ് ഐസക്, അദ്ദേഹത്തിന് രണ്ടാം ഊഴത്തിലും ധനവകുപ്പ് തന്നെ ലഭിച്ചിരിക്കുന്നു. VS സുനിൽകുമാർ, ഐയുടെ ഏറ്റവും കരുത്തനായ നേതാവ്, പോരാളി എന്നുകൂടി വിശേഷിപ്പിക്കാവുന്ന CPIയുടെ VS സുനിൽകുമാർ MLA, യുവ MLAമാരിൽ യുവമന്ത്രിമാരിൽ ഏറ്റവും പ്രഗത്ഭനായ VS സുനിൽകുമാർ, അദ്ദേഹം കൃഷി വകുപ്പ് അദ്ദേഹത്തിന് കൈകാര്യം ചെയ്യാനാകും. AC മൊയ്തീൻ, സഹകരണ വകുപ്പ്, ടൂറിസം വകുപ്പ് അദ്ദേഹത്തിനായിരിക്കും. വടക്കാഞ്ചേരിക്കാരുടെ AC, ഇനി കേരളത്തിൻ്റെ AC മൊയ്തീനാണ്. അദ്ദേഹം സഹകരണ വകുപ്പ്, ടൂറിസം മന്ത്രി എന്ന വകുപ്പുകളായിരിക്കും AC മൊയ്തീൻ നിലവിൽ കൈകാര്യം ചെയ്യുക. AK ബാലന് ഇത് രണ്ടാം ഊഴമാണ്. VS മന്ത്രിസഭയിൽ വൈദ്യുതി പട്ടികജാതി ക്ഷേമ മന്ത്രിയായിരിക്കെ കേരളത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത സംസ്ഥാനമെന്ന ആശയം മുന്നോട്ട് വെച്ചത്, ആ തരത്തിലേക്ക് കൊണ്ടുപോയത് അദ്ദേഹമാണ്. നിയമം, പിന്നോക്ക ക്ഷേമം, സാംസ്കാരികം അദ്ദേഹത്തിനാണ്. ഏറ്റവും പ്രാഗൽഭ്യം തെളിയിച്ച പ്രൊഫസർ C രവീന്ദ്രനാഥിനാണ് വിദ്യാഭ്യാസം. കുത്തഴിഞ്ഞു കിടക്കുന്ന അക്ഷരാർത്ഥത്തിൽ, അങ്ങനെയല്ലാതെ അതിനെ വിശേഷിപ്പിക്കാനാവില്ല. കുട്ടികൾക്ക് പാഠപുസ്തകം പോലും കിട്ടാതെ ഇത്രത്തോളം ദാരിദ്ര്യാവസ്ഥയിൽ കഴിഞ്ഞ ഒരു വകുപ്പിനെ കരകയറ്റുക എന്നുള്ളത് രസതന്ത്രത്തിൽ നിന്ന് ഭരണതന്ത്രത്തിലേക്കാണ് പ്രൊഫസർ C രവീന്ദ്രനാഥ്. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് പറയുമ്പോൾ E ചന്ദ്രശേഖരൻ, അദ്ദേഹം റവന്യൂ വകുപ്പാകും E ചന്ദ്രശേഖരൻ ചെയ്യുക. എന്തായാലും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാത്രമാണ് ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യത ഉണ്ടാവുക. EP ജയരാജൻ, അദ്ദേഹം വ്യവസായ വകുപ്പും സ്പോർട്സ് വകുപ്പും കരുത്തുറ്റ സാന്നിധ്യമാകാൻ EP ജയരാജൻ. എന്തായാലും വിപ്ലവത്തോടൊപ്പം വികസനത്തിനും ഇടമുള്ള മണ്ണാണ് കേരളം എന്ന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നിലവിൽ. ഒപ്പം G സുധാകരൻ, പൊതുമരാമത്ത് വകുപ്പ്, രജിസ്ട്രേഷൻ വകുപ്പ്, കനൽ വഴികളിൽ അക്ഷരാർത്ഥത്തിൽ കരിപുരളാതെ വന്ന നേതാവ് എന്നാണ് അദ്ദേഹത്തിനെ രാഷ്ട്രീയ എതിരാളികൾ പോലും വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള G സുധാകരൻ പൊതുമരാമത്ത്, രജിസ്ട്രേഷൻ വകുപ്പുകളാകും കൈകാര്യം ചെയ്യുക. VS മന്ത്രിസഭയിൽ സഹകരണ കയർ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് അംഗീകാരം നേടിയ G സുധാകരൻ. പുനലൂർ MLA K രാജു, അദ്ദേഹം ഇനി വനം മന്ത്രിയാണ്. മൃഗ സംരക്ഷണ വകുപ്പുകൾ, CPI-യുടെ മന്ത്രി, വനം മൃഗസംരക്ഷണം. ഒപ്പം KT ജലീൽ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് KT ജലീൽ കൈകാര്യം ചെയ്യും. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു രേഖാചിത്രം, ഒരു രൂപരേഖ നിലവിൽ. ഒപ്പം കടകംപള്ളി, വൈദ്യുതി, ദേവസ്വം അദ്ദേഹമായിരിക്കും കൈകാര്യം ചെയ്യുക. നേതൃപാടവം കൈമുതലായുള്ള കടകംപള്ളി സുരേന്ദ്രൻ വൈദ്യുതി വകുപ്പും ദേവസ്വം വകുപ്പും അദ്ദേഹം ഇനി കൈകാര്യം ചെയ്യും. കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി അദ്ദേഹമാണ്. KK ശൈലജ ടീച്ചർ, സാമൂഹിക ക്ഷേമം, ആരോഗ്യ മന്ത്രി, സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രി എന്ന നിലകളിൽ എങ്ങനെയാവും KK ശൈലജ ടീച്ചർ ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന കാര്യം കൂടി
സാഗൂതം കേട്ടിരിക്കുകയാണ്, കണ്ടിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഫിഷറീസ് വകുപ്പ്, മേഴ്സിക്കുട്ടിയമ്മ, ഫിഷറീസ് പരമ്പരാഗത വ്യവസായം, കൊല്ലത്ത് നിന്ന് 2.5 ലക്ഷത്തോളം കയർ, കശുവണ്ടി പരമ്പരാഗത തൊഴിലാളികളടക്കമുള്ള നിർണായകമായ വോട്ടുള്ള ഈ മേഖലയിൽ അവരുടെ ഉദ്ധാരണത്തിനു കൂടി പുനരുദ്ധാരണത്തിനു കൂടി എങ്ങനെയാവും മേഴ്സിക്കുട്ടിയമ്മ പ്രവർത്തിക്കുക എന്ന് കണ്ടറിയേണ്ടതുണ്ട്. പി തിലോത്തമൻ, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ അദ്ദേഹമായിരിക്കും. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് പി തിലോത്തമനാകും കൈകാര്യം ചെയ്യുക. ഏറെ അഴിമതി ആരോപണ വിധേയമായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലൊക്കെയുള്ള ഒരു വകുപ്പ് കൂടിയായിരുന്നു അത്. ആ വകുപ്പ് അദ്ദേഹം ഏത് രീതിയിലേക്ക് ഉടച്ചുവാർക്കും എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി, ആഭ്യന്തരം, വിജിലൻസ്, പൊതുഭരണം, IT വകുപ്പുകൾ. ഇതാണ് അജിംഷാദ് ഒരു സമഗ്രമായ ചിത്രം നിലവിൽ നമുക്ക് പങ്കുവെക്കാനാവുക, ലഭിക്കുക. തീർച്ചയായും. അതായത് ഓരോ വകുപ്പുകളും മുമ്പോട്ട് വെക്കുന്ന കൃത്യമായ ആശയങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട്. മന്ത്രിസഭ അല്ലെങ്കിൽ പൊതുവെ മുമ്പോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട്. ഒരുപക്ഷെ തുടർന്നു വന്ന ഭരണത്തിൻ്റെ വീഴ്ചകൾ മൂലം കാലിയായ ഖജനാവ് അതേ സംബന്ധിച്ചുള്ള ധവളപത്രം പുറത്തിറക്കി തുടങ്ങും എന്ന് നേരത്തെ തോമസ് ഐസക് തന്നെ അതേ സംബന്ധിച്ച് സൂചിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ്, ഇങ്ങനെയുള്ള ഒരു സമയത്താണ് 14ാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി 91 സീറ്റോടുകൂടി LDFനെ അധികാരമേൽപ്പിക്കുമ്പോൾ പിണറായി വിജയൻ നയിക്കുന്ന മന്ത്രിസഭ ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു എന്നത് ശുഭസൂചകമായ ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ ഒപ്പം ഒരുപാട് വെല്ലുവിളികളാകും ഈ സർക്കാരിന് ഇനി നേരിടേണ്ടി വരിക. അത്തരം വെല്ലുവിളികളെയൊക്കെ എவ்விധത്തിൽ അതിജീവിക്കും എന്നുള്ളത് കേരളം കാത്തിരുന്നു കാണേണ്ടത് തന്നെയാണ്. പക്ഷേ തുടക്കം ഇങ്ങനെയാണ്, വളരെ ജനകീയമായ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഒപ്പം അതിനു മുമ്പ് അന്ന് നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സൂചിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഒരാളും അഴിമതി നടത്താനായി അനുവദിക്കില്ല. തൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും അഴിമതികൾക്കായി സ്വരുക്ക് കൂട്ടുന്നെങ്കിൽ അതിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏൽക്കുന്ന ജാഗ്രത തനിക്കുണ്ടാകും. അത്തരത്തിൽ തന്നെയാണ് 25 പേഴ്സണൽ സ്റ്റാഫോടുകൂടി മന്ത്രിമാരുടെ പരിധികൾ സംബന്ധിച്ചുള്ള ആർഭാടം കുറയ്ക്കുന്നു. മന്ത്രിമന്ദിരങ്ങൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കർശനമായ നയരേഖ രൂപപ്പെടുത്തുന്നു. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും അഴിമതിരഹിതമായ ഒപ്പം കൃത്യമായ ഒരു സന്ദേശമുള്ള തുടർന്നു വന്ന ജനകീയ ഭരണങ്ങളെ ഏത് വിധത്തിലാണ് ജനം തൂത്തെറിഞ്ഞത്, പുതിയ ജനകീയ ഭരണകൂടത്തെ ജനം ഏത് പ്രതീക്ഷയിലാണ് കൈകാര്യം ചെയ്തത്, ഇവയൊക്കെ സാധൂകരിക്കാൻ ഞങ്ങൾ പ്രാപ്തമാണ്. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കൃത്യമായും ആ ജനമനസ്സോടുകൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട് പോവുക എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് LDFന്റെ നേതൃത്വത്തിൽ നിന്ന്, CPIMന്റെ നേതൃത്വത്തിൽ നിന്ന്, പിണറായി വിജയനിൽ നിന്ന് ഒക്കെ ഉണ്ടായത്. തീർച്ചയായും അതൊക്കെയാണ് ശുഭസൂചകമായി ഈ ഘട്ടത്തിൽ പ്രതീക്ഷ അർപ്പിക്കേണ്ടതുള്ളത്. ഇപ്പോൾ ജിതിൻ ചന്ദ്രനിലേക്ക് ചെന്നാൽ, രാജ്ഭവനിൽ നിന്ന് തീർച്ചയായും ജിതിൻ, ഗവർണർ എത്തിയത് നമ്മൾ കണ്ടു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാർ അവിടെ എത്തിയോ? ജിതിനിലേക്ക് പോകാനാകും ഉടൻ തന്നെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ജിതിൻ രാജ്ഭവന് മുന്നിലുണ്ട്. ഒരുപക്ഷെ അല്പസമയം മുമ്പ് രാജ്ഭവനിലെത്തുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. അല്പസമയത്തിനകം തന്നെ അവർ രാജ്ഭവനിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക്. തുടർന്നോളൂ ജിതിൻ. ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതികമായ തകരാർ ഒരുപക്ഷെ ഉണ്ടായി കാണും നിലവിൽ. എന്തായാലും നേരത്തെ അജിംഷാദ് ഉന്നയിച്ചതുപോലെ ഏറ്റവും വളരെ ഗൗരവമായി കേരളം കണ്ട, കാരണം ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രം കേട്ടിരുന്ന ഏറ്റവും വലിയ അഴിമതി എന്നത് നമ്മുടെ നേരിൽ എത്തി. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രിസഭാംഗങ്ങളും. ജിതൻ തുടർന്നോളൂ. ജിതിൻ കേൾക്കാമെങ്കിൽ, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ ചടങ്ങ് കൂടിയാണ് ഗവർണറുടെ. ഹലോ ജിതിൻ കേൾക്കാമെങ്കിൽ, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള ആദ്യ ചടങ്ങ് കൂടിയാണ് ഒരുപക്ഷെ രാജ്ഭവനിൽ നടക്കുക.
തീർച്ചയായും അജിംഷാദ്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം നടക്കുന്ന ഔദ്യോഗികമായ ആദ്യ ചടങ്ങാണ് രാജ്ഭവനിൽ നടക്കുന്നത്. ജസ്റ്റിസ് ഗവർണർ പി സദാശിവം ഒരുക്കിയ വിരുന്നിൽ പങ്കുകൊള്ളുകയാണ് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിസഭാംഗങ്ങളുടെയും ഔദ്യോഗികമായ ആദ്യ ചടങ്ങ്. ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യ ചടങ്ങാണിത്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഗവർണർ അല്പസമയം മുമ്പ് രാജ്ഭവനിലെത്തി. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും രാജ്ഭവനിലേക്ക് എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 5:30 ആണ് ഈ വിരുന്നിന് സമയമായി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനു മുമ്പായി അല്പസമയത്തിനകം തന്നെ അവർ ഈ രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. എന്തായാലും രാജ്ഭവനിൽ വിരുന്നിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. മുഖ്യമന്ത്രിക്കും മന്ത്രിസഭാംഗങ്ങൾക്കും ഒപ്പം ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും ഒപ്പം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയും ഇന്ന് ഈ വിരുന്നിൽ പങ്കുകൊള്ളാൻ എത്തുന്നുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അവർ ഇങ്ങോട്ട് എത്തിച്ചേരും. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യ ചടങ്ങാണ്, ഔദ്യോഗികമായ ആദ്യ ചടങ്ങാണ് ഗവർണറുടെ വിരുന്നിൽ പങ്കുകൊള്ളുന്നത്. ഇതിനുശേഷമാണ് മന്ത്രിസഭാ യോഗവും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം നടത്തുന്നത്. ഈ വിരുന്നിന് ശേഷം മന്ത്രിസഭാംഗങ്ങൾ നേരെ പോകുന്നത് സെക്രട്ടേറിയറ്റിലേക്കാണ്. സെക്രട്ടേറിയറ്റിലെത്തി അവരവർ അധികാരമേറ്റെടുത്ത ശേഷം ആദ്യ മന്ത്രിസഭായോഗം നടക്കും. 6 മണിയോടുകൂടിയാണ് ആദ്യ മന്ത്രിസഭായോഗം നടക്കുക എന്നാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന സമയം. ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം അതിനെ തുടർന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ഈ ആദ്യ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഇതുവരെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞ മന്ത്രിമാരുടെ വകുപ്പുകൾ മറ്റും സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ പ്രഖ്യാപനം ഈ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും 6:30 ആദ്യ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ച വിവരങ്ങൾ പ്രകാരം പ്രതീക്ഷിക്കാനാവുക. എന്തായാലും ഗവർണറുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊള്ളാനായി അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിസഭാംഗങ്ങളും രാജ്ഭവനിലേക്ക് എത്തിച്ചേരും. ജിതിൻ, ഒരു കാര്യം, ഇപ്പോൾ സമയം 5:11 ആയിട്ടുണ്ട്. ഗവർണർ രാജ്ഭവനിലേക്ക് പോകുന്ന ദൃശ്യങ്ങളിൽ നിന്ന് അദ്ദേഹം തിരിച്ചെത്തുന്നത് കണ്ടിരുന്നു. ഈ സമയബന്ധിതമായി കൃത്യമായി ഇത് പാലിക്കാൻ സാധിക്കുമോ? കാരണം 5:11 ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. മന്ത്രിമാർ അവിടെ എത്തിയിട്ടില്ല. ഇതിനുശേഷം വേണം വിരുന്നു സൽക്കാരം നടക്കാൻ. അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് പോകണം, മന്ത്രിസഭാ യോഗം കൂടണം, അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വാർത്താ സമ്മേളനം നടത്തണം. ഈ കാര്യങ്ങളൊക്കെ സമയബന്ധിതമായി തന്നെ കൃത്യമായി നടക്കുമോ? തീർച്ചയായും അരുൺ, സമയബന്ധിതമായി തന്നെ ഇക്കാര്യങ്ങൾ ഇതുവരെ നടന്ന കൃത്യസമയങ്ങളിൽ എല്ലാ കാര്യങ്ങളും നടന്നതുപോലെ തുടർന്നുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ നടക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. കാരണം 5:30 ഈ വിരുന്നു സൽക്കാരത്തിൻ്റെ സമയമായി പറഞ്ഞിരിക്കുന്നത്. 5:30 മുതൽ 6 മണി വരെയുള്ള അരമണിക്കൂറാണ് ഈ വിരുന്നു സൽക്കാരത്തിൻ്റെ സമയം. അതുകൊണ്ട് തന്നെ 5:30 ആകുന്നതിന് മുമ്പ് തന്നെ മന്ത്രിസഭാംഗങ്ങൾ, മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭാംഗങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഇവിടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊണ്ടതിന് ശേഷം നേരെ മന്ത്രിസഭാംഗങ്ങൾ സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നത്. 6 മണിയോടുകൂടി എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേൽക്കും. അതിനുശേഷം 6:15 മന്ത്രിസഭാ യോഗം ആരംഭിക്കുക. തുടർന്ന് മന്ത്രിസഭാ യോഗം തീർന്ന ഉടനെ തന്നെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. ഇത്തരത്തിലാണ് നിലവിൽ നമ്മളെ അറിയിച്ചിരിക്കുന്ന സമയക്രമം. ഇതുവരെ എല്ലാം സമയത്തിന് തന്നെയാണ് നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ എല്ലാം തന്നെ വളരെ കൃത്യസമയത്ത് ആരംഭിച്ചുകൊണ്ട് ചെറിയ ഇടവേളയ്ക്കകം തന്നെ ചടങ്ങുകളെല്ലാം സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കാനായിരുന്നു. അതുപോലെ തന്നെ ജിതിൻ, ഇടവേള നമുക്കും അനിവാര്യമായിരിക്കുന്നു. തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. ഒപ്പം 18 മന്ത്രിമാരും. അരുൺ, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പിണറായി വിജയൻ പാരാവാരം പോലെ നീണ്ടു കിടക്കുന്ന ആ ജനസഞ്ചയത്തിന്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഘട്ടത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം കണ്ണേ കരളെ പിണറായി, ധീരാവീര പിണറായി, താങ്കൾ നയിക്കുമെന്ന്. ഒരുപക്ഷെ ആ മുദ്രാവാക്യം കേവലം മുദ്രാവാക്യം മാത്രമല്ല, പ്രതീക്ഷയുടെ മുദ്രാവാക്യം കൂടിയാണ്. തീർച്ചയായും അരുൺ, അങ്ങനെ ജനകീയ സർക്കാർ, അതിന്റെ ആദ്യപടി ജനകീയ മുഖമുള്ള വികസനം കൂടിയാണ് ഇനി ഈ സർക്കാരിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്. അവർ അവകാശപ്പെട്ടതുപോലെ അതുണ്ടാകുമോ എന്നാണ് കാണുന്നത്. അജിംഷാദ്, ഇനി ഏറ്റവും ഒടുവിലായി അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു വാർത്താ സമ്മേളനമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനമാണ്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായുള്ള ആദ്യ വാർത്താ സമ്മേളനമാണ്. ആ നിലയ്ക്ക് കൂടിയാണ് നിലവിൽ അത് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അരുൺ, അതിനു മുമ്പ് ചില കടമ്പകൾ കൂടിയുണ്ട്. ഇപ്പോൾ ഗവർണറുടെ അടുത്ത് ചെല്ലുന്നു. അവിടുത്തെ ഗവർണറുടെ വിരുന്ന് കഴിഞ്ഞതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ എത്തുന്നു. സെക്രട്ടേറിയറ്റിൽ എത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്ഭവനിലേക്ക്. ഒരുപക്ഷെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ചേർന്ന് നടത്തുന്ന ആദ്യ ഔദ്യോഗിക പരിപാടി എന്ന് തന്നെ
വിശേഷിപ്പിക്കേണ്ടതുണ്ട്. ഗവർണറുടെ വിരുന്ന് സൽക്കാരം സ്വീകരിക്കാനായി അദ്ദേഹം പിണറായി വിജയൻ എത്തിയിരിക്കുന്നു രാജ്ഭവനിൽ. ഇനി മന്ത്രിമാർ, അതിനുശേഷം സെക്രട്ടേറിയറ്റിലെത്തി അധികാരങ്ങൾ ഏറ്റെടുത്ത ശേഷം മന്ത്രിസഭാ യോഗത്തിന് ശേഷം വകുപ്പുകളടക്കം നടത്തുന്ന ഔദ്യോഗികമായ പ്രഖ്യാപനം. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. ഇതാണ് ഇന്നത്തെ പരിപാടി. അരുൺ, തീർച്ചയായും രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർക്കായി നൽകുന്നത്. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി രാജ്ഭവനിൽ എത്തിച്ചേർന്നിരിക്കുന്നു. വിരുന്ന് സൽക്കാരം നൽകുന്നുണ്ട് രാജ്ഭവനിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു മന്ത്രിമാരും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ അല്പസമയത്തിനകം എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. വിരുന്ന് സൽക്കാരത്തിന് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്കാകും പോവുക. അവിടെ മന്ത്രിസഭായോഗം ചേർന്നതിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ വാർത്താ സമ്മേളനം നടത്തും. ആദ്യ വാർത്താ സമ്മേളനം എന്നത് മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ ഔദ്യോഗിക വാർത്താ സമ്മേളനം. അത് പ്രതീക്ഷിക്കുന്നത് അജിംഷാദ് 6:30 കൂടിയാണ്. ആ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിൽ ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നത് സംബന്ധിച്ച് അന്തിമമായ ഒരു ചിത്രം നമുക്ക് മുന്നിൽ വ്യക്തമാവുകയും ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒത്ത് രാജ്ഭവനിൽ എത്തിച്ചേർന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർ അല്പസമയത്തിനകം എത്തിച്ചേരുകയും ചെയ്യും. തീർച്ചയായും രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഔദ്യോഗികമായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് ശേഷം ഔദ്യോഗികമായി നടക്കുന്ന ആദ്യ ചടങ്ങ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഗവർണറുടെ വിരുന്ന് സൽക്കാരം സ്വീകരിക്കാനായി പിണറായി വിജയനും കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട്. ഇനി തുടർന്ന് മന്ത്രിമാരെത്തും. 18 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. തീർച്ചയായും ഇനിയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുവരെയുള്ള ചടങ്ങുകൾ കൃത്യമായി സമയബന്ധിതമായി തന്നെയായിരുന്നു പൂർത്തിയായിരുന്നത്. കാരണം 4 മണി ആണ് സത്യപ്രതിജ്ഞയ്ക്ക് നിശ്ചയിച്ചിരുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ സത്യപ്രതിജ്ഞ തുടങ്ങി. 4:03 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 4:03 ആ സത്യപ്രതിജ്ഞ പൂർത്തിയായി. ശേഷം മുൻഗണനാക്രമത്തിൽ അല്ലെങ്കിൽ ആ ക്രമത്തിൽ മറ്റ് കക്ഷികളുടെ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ആ നില നോക്കുകയാണെങ്കിൽ കൃത്യമായി ഏതാണ്ട് ഒരു മന്ത്രിക്ക് 5 മിനിറ്റ് താഴെ എന്നുള്ളതായിരുന്നു. ആ കൃത്യമായ സമയം പാലിക്കുകയും 4:55 കൂടി തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തീകരിക്കുകയും ചെയ്തു. ആ കൃത്യത ഇനിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 മണിക്ക് മന്ത്രിസഭാ യോഗം സെക്രട്ടേറിയറ്റിൽ ചേരും. 6:30 മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനവും ഉണ്ടാകും. അജിംഷാദ്, തീർച്ചയായും സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അധികാരമേറ്റെടുത്ത ശേഷം മന്ത്രിസഭാ അംഗങ്ങൾ ഗവർണറുടെ ഔദ്യോഗിക വസതിയിൽ ഗവർണർ ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നു. ഇനിയാണ് രാഷ്ട്രീയമായ മുഹൂർത്തങ്ങളുടെ തുടക്കം സാധ്യമാവുക. തുടർന്ന് മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിനായി യോഗം നടത്തും. അതിനുശേഷം ഔദ്യോഗികമായ വകുപ്പുകളെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവും. അതിനുശേഷം മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ സംബന്ധിച്ച് വാർത്താ സമ്മേളനം മുഖ്യമന്ത്രിയുടേത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വകുപ്പുകൾ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടാകും. അരുൺ, അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ട എന്തൊക്കെയാകും എന്നുള്ളത് സംബന്ധിച്ചൊക്കെ നമുക്ക് വിവരങ്ങൾ ആരായാൻ നമ്മുടെ പ്രതിനിധികൾ ഒരുപക്ഷെ ലൈനിൽ തത്സമയം എത്തും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതെ, അനവധി ചോദ്യങ്ങൾ, അനവധി കടമ്പകൾ, ഉത്തരവാദിത്വങ്ങൾ ഒക്കെ ഈ സർക്കാരിന് മുന്നിൽ ഉണ്ട്. പ്രഥമ പരിഗണന എന്തിനാണ്? ഏറ്റവും അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അതടക്കം ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹത്തിൽ നിന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് വിശദീകരണം ഉണ്ടായേക്കാം. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞേക്കാം. ഗവർണർ നൽകുന്ന ഈ അത്താഴ വിരുന്നിൽ നേരത്തെ നമ്മുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ സൂചിപ്പിച്ച പോലെ മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ അടക്കമുള്ളവർ പങ്കെടുക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ അദ്ദേഹവും ഈ വിരുന്നിൽ പങ്കെടുത്തേക്കാം. അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും ഉണ്ടായേക്കാം. നിലവിൽ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബവും എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റ് സഹമന്ത്രിമാർ അല്പസമയത്തിനകം രാജ്ഭവനിൽ എത്തിച്ചേരും. ഗവർണർ നൽകുന്ന, ജസ്റ്റിസ് പി സദാശിവം നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കാൻ എന്നാണ് അറിയാൻ കഴിയുന്നത്.
ടി.പി. രാമകൃഷ്ണൻ, കെ.ടി. ജലീൽ എന്നിവർ എത്തിയിരിക്കുന്നു രാജ്ഭവനിൽ എന്ന ദൃശ്യങ്ങൾ കൂടിയുണ്ട്. എ.കെ. ബാലനും കുടുംബവും എത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ. അപ്പോൾ പിണറായി വിജയൻ, എ.കെ. ബാലൻ, ടി.പി. രാമകൃഷ്ണൻ, കെ.ടി. ജലീൽ എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളുമാണ് ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നത്. ഇനി ഓരോ മന്ത്രിമാരും എത്താനുണ്ട്. 18 പേരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇവരൊക്കെയും ശശീന്ദ്രൻ എത്തിയിരിക്കുന്നു. തീർച്ചയായും തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. മുഖ്യമന്ത്രി, മന്ത്രിമാർ, അവരുടെ കുടുംബാംഗങ്ങൾ ഒക്കെയും ആദ്യത്തെ ഔദ്യോഗിക ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗവർണറുടെ വിരുന്നു സൽക്കാരം സ്വീകരിക്കാനായി, അതിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ് മന്ത്രിമാർ. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എത്തുന്നു. ഒരുപക്ഷെ അരുൺ, അതായത് ജനകീയ സർക്കാർ ജനകീയമായ സാന്നിധ്യത്തിൽ പ്രൗഢഗംഭീരമായ സദസ്സിനെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അതിനുശേഷം ഗവർണറുടെ വസതിയിലേക്ക് എത്തുന്നു. തുടർന്നങ്ങോട്ട് ഓരോ പരിപാടികൾ. സെക്രട്ടേറിയറ്റിലെത്തുന്നു, അധികാര ചുമതലകൾ ഏറ്റെടുക്കുന്നു. അതിനുശേഷം മന്ത്രിസഭായോഗത്തിന് ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനം. അതിൽ തന്നെ വാർത്താ സമ്മേളനത്തിലൂടെ ആകും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായ പ്രഖ്യാപനം വകുപ്പുകളെ സംബന്ധിച്ചും നടത്തുക. ഇങ്ങനെ ഇത്യാദി പരിപാടികളാണ് ഇന്നുള്ളത്. ഇനി അങ്ങോട്ടുള്ള നിമിഷങ്ങളാണ് LDF പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ അടക്കമുള്ളവ ഭരണത്തിലേക്ക് എത്തിക്കുകയും ജനങ്ങൾ പ്രതീക്ഷിച്ച, ഒരുപക്ഷെ സമ്മതിദാന അവകാശം വഴി ജനങ്ങൾ പ്രതീക്ഷിച്ചത് എന്ന് തന്നെ നിഷ്പക്ഷമായി പറഞ്ഞുകൂടിയായിരുന്നു. തീർച്ചയായും ഇപ്പോൾ ഏകദേശം മന്ത്രിമാരൊക്കെ, അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാർ, മന്ത്രിസഭയിലെ സഹമന്ത്രിമാരൊക്കെ ഏറെക്കുറെ എത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ കുടുംബം, ഒപ്പം മറ്റ് സഹമന്ത്രിമാർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. കെ രാജു, ഒപ്പം ഇപ്പോൾ ശശീന്ദ്രൻ, ഇവരെ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏറെക്കുറെ മന്ത്രിമാരെല്ലാം എത്തിച്ചേർന്നിരിക്കുന്നു. മന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ കൃത്യസമയത്ത് തന്നെ വിരുന്ന് സൽക്കാരം ആരംഭിക്കും. അതിനുശേഷം മറ്റ് തുടർ നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയും മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയും മന്ത്രിസഭാ യോഗം കൂടുകയും അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്യും. UDF ഗവൺമെന്റ് തുടങ്ങിവെച്ച ജോലികൾ തുടരണം എന്ന് മാത്രം അല്ല, കാരണം ഇത് എപ്പോഴും ഓരോ സർക്കാർ എന്നുള്ളത് തുടർച്ചയാണ്. പക്ഷേ ഇവിടെ ഒരു നിയമസഭയുടെ തുടർച്ചയാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായും UDF സർക്കാർ തുടങ്ങിവെച്ച പല കാര്യങ്ങൾ തുടങ്ങുക എന്നുള്ളത് ക്രിയാത്മകമായത്. മറ്റുള്ളത് ഇവർ പ്രകടന പത്രികയിൽ, LDF പ്രകടന പത്രികയിൽ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ ക്രിയാത്മകമായി അതിന്റെ അർത്ഥത്തിൽ അർത്ഥവത്തായ രീതിയിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക, അതിന്റെ പ്രാരംഭ നടപടികൾ, പ്രാഥമിക നടപടികൾക്ക് തുടക്കം കുറിക്കുക, നയപരിപാടികൾ എന്തൊക്കെ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ, അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒരർത്ഥത്തിൽ ഏറെ വിമർശനങ്ങൾ വന്നതുപോലെ ഏറെക്കുറെ താറുമാറായ സാമ്പത്തിക രംഗം, നയപരമായ മേഖലകളൊക്കെ ഉടച്ച് വാർക്കേണ്ടതുണ്ട്. ഏറ്റവും നിർണായകമായ വിദ്യാഭ്യാസ രംഗം അടക്കം, കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം പഴി കേട്ടിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി പോലും പാഠപുസ്തകങ്ങൾ, സ്കൂൾ യൂണിഫോമുകൾ അടക്കമുള്ള കിട്ടാതിരുന്നൊരു സാഹചര്യം കൂടി ഒക്കെ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിനൊക്കെ സമൂലമായൊരു മാറ്റമാണ് സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത്. ആ നയസമീപനങ്ങൾ ഒക്കെ എന്തൊക്കെയാകും എന്നതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ ഈ നിമിഷം കാണുന്നത് രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. രാജ്ഭവനിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരും അവരുടെ കുടുംബാംഗങ്ങളും ജസ്റ്റിസ് പി സദാശിവം ഏർപ്പെടുത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുകയാണ്. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഒരു വിൻഡോയിൽ കാണുന്നത്. ഇടതുഭാഗത്തെ വിൻഡോയിൽ കാണുന്നത് നേരത്തെ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ്. തീർച്ചയായും ഒരുപക്ഷെ അരുൺ, 57-ലെ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന EMS മുഖ്യമന്ത്രിയായി എത്തുന്ന മന്ത്രിസഭ, ആ സർക്കാർ, EMS സർക്കാരിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാകും ഈ 14-ാം നിയമസഭയിലേക്ക് നടന്നത്. കാരണം അഴിമതിയെ സംബന്ധിച്ച് നോക്കൂ, പീപ്പിൾ TV ആണ് ആദ്യമായി സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത്. അതിനുശേഷം ബാർക്കോഴ, തുടർന്ന് ഏറ്റവും ഒടുവിൽ ജിഷയുടെ പ്രശ്നം പോലും പീപ്പിൾ TV ആണ് പുറത്തെത്തുന്നത്. ഇത് മൂന്നും കേവലം അഴിമതിയുടെ പേരുകൾ മാത്രമല്ല, അല്ലെങ്കിൽ അരാജകത്വത്തിന്റെ പേരുകൾ മാത്രമല്ല, ഓരോ പ്രശ്നങ്ങളും വിഷയങ്ങളുമാണ്. സമൂഹം നേരിടുന്ന ദളിത് പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ സംബന്ധിച്ച പ്രശ്നങ്ങളൊക്കെയാണ് ജിഷ കൊലപാതകം വഴി പുറത്തേക്ക് എത്തിയത്. അതിനു മുമ്പ് ചുവപ്പ് നാട അടക്കം ഭരണകൂടം നടത്തിയ അഴിമതികളുടെ കഥ. ഇതൊക്കെ എത്ര കണ്ട് ഇതിൻ്റെയൊക്കെ കുറ്റക്കാരെ നിയമത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരാനാകും, തുടർന്നുള്ള ഭരണം എങ്ങനെയൊക്കെ മാതൃകാപരമായി നടത്താനാകും,
പ്രതിപക്ഷത്തിരുന്ന ആരോപണങ്ങൾ എത്ര കണ്ട് സത്യസന്ധമായി നടപ്പാക്കാനാകും? ഇങ്ങനെയുള്ള അനേകം വെല്ലുവിളികളാണ് ഈ സർക്കാരിന്റെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രക്ഷുബ്ധമാക്കിയത് പോലെ തന്നെ. അതെ അജിംഷാദ്, ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം, കാരണം മറ്റൊരു തെരഞ്ഞെടുപ്പിലും കാണാത്തതുപോലെ തന്നെ ദേശീയ വിഷയങ്ങൾ ഇത്ര സജീവമായി കേരളത്തിൽ വന്ന് ദേശീയ നേതാക്കൾ ഉന്നയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല. അത് അതായത് ഈ ന്യൂസ് റൂമിലെ ഇതേ സ്പേസിൽ നിന്ന് നമ്മൾ നൽകിയ വാർത്തകളിൽ നിന്നാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും, സോളാർ, ഒപ്പം സോളാർ അഴിമതി, ബാർ കേസിലെ അഴിമതി, അരുൺ ഇപ്പോൾ അതെ തീർച്ചയായും ശരിയാണ്. ഇപ്പോൾ രാജ്ഭവനിൽ നിന്ന് ഒരിക്കൽ കൂടി നമ്മുടെ പ്രതിനിധി ജിതിൻ ചന്ദ്രൻ ചേരുകയാണ്. ജിതിൻ, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ എത്തിയിരിക്കുന്നു ഗവർണറുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിരുന്ന് സൽക്കാരം ഏറ്റുവാങ്ങാനായി രാജ്ഭവനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യം 5:30 തന്നെ ഗവർണർ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊള്ളാനായി ഇങ്ങോട്ടെത്തും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ മുഖ്യാതിഥിയായി മന്ത്രിസഭാംഗമല്ലാതെ മുഖ്യാതിഥിയായി ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യാതിഥിയും കൂടിയായിരുന്ന CPIM പോളിറ്റ് ബ്യൂറോ അംഗമായ പ്രകാശ് കാരാട്ടും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മറ്റ് മന്ത്രിമാർ ഡോക്ടർ തോമസ് ഐസക്, AK ബാലൻ, TP രാമകൃഷ്ണൻ, KT ജലീൽ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, E ചന്ദ്രശേഖരൻ, ഒപ്പം EP ജയരാജൻ, K തിലോത്തമൻ, K രാജു, ഒപ്പം AK ശശീന്ദ്രൻ എന്നിവർ ഇവിടെ നിലവിൽ എത്തിച്ചേർന്നിരിക്കുന്നു. മറ്റു മന്ത്രിമാരും വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്യു ടി തോമസും മേഴ്സിക്കുട്ടിയമ്മയും, മന്ത്രിമാരായ മാത്യു ടി തോമസും മേഴ്സിക്കുട്ടിയമ്മ, ഒപ്പം പ്രൊഫസർ C രവീന്ദ്രനാഥ്, KK ശൈലജ ടീച്ചർ എന്നിവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മറ്റു മന്ത്രിമാരും അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരും. തുടർന്ന് കൃത്യം 5:30 തന്നെ ഗവർണർ വിരുന്ന് സൽക്കാരത്തിനെത്തും. തുടർന്ന് 5:30 തന്നെ വിരുന്ന് സൽക്കാരം ആരംഭിക്കും എന്നാണ് നിലവിൽ സമയക്രമം. ഇതുവരെ എല്ലാം തന്നെ സമയബന്ധിതമായി കൃത്യസമയം പാലിച്ചുകൊണ്ട് തന്നെയാണ് നടന്നത്. അതുകൊണ്ട് 5:30 കൃത്യം 5:30 തന്നെ വിരുന്ന് സൽക്കാരവും ആരംഭിക്കും. തുടർന്ന് അരമണിക്കൂറാണ് വിരുന്ന് സൽക്കാരത്തിനായി സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അരമണിക്കൂർ മന്ത്രിസഭാംഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർക്കൊപ്പം അദ്ദേഹത്തിന്റെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കും. മന്ത്രിസഭാംഗങ്ങൾക്ക് പുറമെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് സത്യപ്രതിജ്ഞാ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായി പങ്കെടുത്ത CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും, ഒപ്പം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും, മുൻ പ്രധാനമന്ത്രിയായ HD ദേവഗൌഡയുമാണ്. അവരും വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊള്ളുന്നുണ്ട്. അവരും വരും നിമിഷങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരും. ഇപ്പോൾ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കൂടെ ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം എല്ലാ മന്ത്രിസഭാംഗങ്ങളും കുടുംബസമേതമാണ് ചടങ്ങിനെത്തിയിരിക്കുന്നത്. എല്ലാ മന്ത്രിമാരുടെയും കുടുംബങ്ങളും പത്നിമാരും മക്കളും എല്ലാം തന്നെ കുടുംബസമേതമാണ് ചടങ്ങിന് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ചടങ്ങ് ആരംഭിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയായി പിണറായി വിജയനും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ചുമതല ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ ഔദ്യോഗിക ചടങ്ങാണ് ഈ ഗവർണറുടെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കുകൊള്ളുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മന്ത്രിസഭാംഗങ്ങൾ നേരെ എത്തിയത് രാജ്ഭവനിലേക്കാണ്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യ ഔദ്യോഗിക ചടങ്ങ് എന്ന സവിശേഷതയാണ് ഇതിന് എടുത്തു പറയേണ്ടതുള്ളത്. അരമണിക്കൂറാണ് ഈ വിരുന്നു സൽക്കാരം നീണ്ടു നിൽക്കുക. ഇതിനുശേഷം നേരെ മന്ത്രിമാരെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിലെത്തി അവരുടെ ചുമതല ഏറ്റെടുക്കും. തുടർന്നാണ് ആദ്യ മന്ത്രിസഭായോഗം നടക്കുക. 6:15 ആദ്യ മന്ത്രിസഭായോഗം നടക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഗവാശിയും വിരുന്നു സൽക്കാരത്തിനായി രാജ്ഭവനിൽ വിരുന്നിന് വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹം ഓരോ മന്ത്രിമാരെയും വിശിഷ്ടാതിഥികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഇത്തരത്തിൽ 5:30 തന്നെ വിരുന്ന് സൽക്കാരം ആരംഭിക്കും. ഇപ്പോൾ ഒട്ടുമിക്ക മന്ത്രിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ നേരത്തെ തന്നെ ചടങ്ങിലെത്തിയിരുന്നു. ഒപ്പം മറ്റ് മന്ത്രിമാരും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക മന്ത്രിമാരും ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നു. എന്തായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരായും മന്ത്രിസഭ അധികാരമേറ്റ ശേഷം നടക്കുന്ന ആദ്യ ഔദ്യോഗിക ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഓരോരുത്തരെയായി കാണുകയാണ് ഗവർണർ. ജസ്റ്റിസ് P സദാശിവവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ശേഷം ഗവർണർ ജസ്റ്റിസ് P സദാശിവം മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാർക്കും ഏർപ്പെടുത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ മന്ത്രിമാർ ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ രാജ്ഭവനിലെത്തിയിരിക്കുന്നു. ആ വിരുന്ന് സൽക്കാരത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ തീർച്ചയായും ജിതിൻ ആണ് അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നൽകി വന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് അരുൺ നമ്മൾ കാണുന്നത് രാജ്ഭവനിൽ നിന്നും. നിന്നുള്ള പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും
ഒപ്പം മന്ത്രിസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പരിപാടി എന്ന് തന്നെ പറയാം ഗവർണറുടെ വിരുന്ന് സൽക്കാരത്തെ. അങ്ങനെ ഉള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ തത്സമയം നമ്മൾ കാണുന്നത്. ഇതിനുശേഷം ഇതില് പ്രകാശ് കാരാട്ട് ഒപ്പം ദേവഗൌഡ അടക്കമുള്ളവർ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കും എന്ന് നേരത്തെ ജിതിൻ നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പ്രകാശ് കാരാട്ടിനെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. എന്തായാലും വിരുന്ന് സൽക്കാരം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അധികാരമേറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ ഔദ്യോഗിക പരിപാടിയാണ് രാജ്ഭവനിൽ. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി കേരളത്തെ നയിക്കുന്നവർ, ജനം ഇനി തങ്ങളെ നയിക്കാൻ ഏൽപ്പിച്ചവർ, അധികാരം ഏറ്റെടുത്ത ശേഷമുള്ള ആദ്യ ചടങ്ങ് ഗവർണറുടെ വിരുന്ന് സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ഉള്ള രാജ്ഭവനിലെ മുഹൂർത്തങ്ങളാണ്. ഈ സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുകൊണ്ട് എനിക്ക് തോന്നുന്നു അജിംഷാദ് ഒരുപക്ഷെ ഹ്രസ്വമായ ഒരു ചടങ്ങായിരിക്കും ഇത് എന്നാണ് കരുതേണ്ടത്. എന്തായാലും ഈ ചടങ്ങിന് ശേഷമാണ് ആദ്യ മന്ത്രിസഭാ യോഗം ചേരുക. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആദ്യ വാർത്താ സമ്മേളനം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ആദ്യ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യും. മന്ത്രിമാരുടെ വകുപ്പുകളടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അപ്പോൾ ഉണ്ടാകും. അദ്ദേഹം അക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ ആ സമയത്ത് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കാണാം. പുതിയ മന്ത്രിസഭ അധികാരമേറ്റെടുത്ത ശേഷമുള്ള ഗവർണറുടെ സൽക്കാരം, വിരുന്ന് സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് മന്ത്രിമാരും കുടുംബാംഗങ്ങളും ഒപ്പം DGP TP സെൻകുമാറിനെയും കാണാം. രാജ്ഭവനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ജസ്റ്റിസ് പി സദാശിവം നൽകുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ സഹമന്ത്രിമാരും വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന തത്സമയ ദൃശ്യങ്ങൾ രാജ്ഭവനിൽ നിന്ന്. ഒരു ലളിതമായ ചടങ്ങ് മാത്രമാകും ഉണ്ടാവുക. അതിനുശേഷം ഉള്ള നടപടിക്രമങ്ങൾ, അതായത് സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നു, അധികാരം ഏറ്റെടുക്കുന്നു, അതിനുശേഷം മന്ത്രിസഭാ യോഗം നടക്കുന്നു, വാർത്താ സമ്മേളനം, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നു തുടങ്ങിയവയാണ് ഇന്നത്തെ പ്രധാന പരിപാടികൾ. അതിൽ നിർണായകമായ ഒരു മുഹൂർത്തം എന്ന് മാത്രമാണ് ഈ വിരുന്നിനുള്ളത്. അരുൺ, തീർച്ചയായും സാങ്കേതികമായി ഇത് ആചാരപരമായുള്ള ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. അതിനുശേഷമാണ് കീഴ്വഴക്കം. തീർച്ചയായും അത് മാത്രമാണ്, ആ കീഴ്വഴക്കം മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. അതിനുശേഷമാണ് സെക്രട്ടേറിയറ്റിലേക്ക് പോവുകയും മന്ത്രിസഭാ യോഗം നടത്തുകയും അതിനുശേഷം ആദ്യ വാർത്താ സമ്മേളനം നടത്തുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാരും ഗവർണർ ജസ്റ്റിസ് പി സദാശിവം നൽകുന്ന വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്ത് തീർച്ചയായും എല്ലാ മന്ത്രിമാരും അവിടെ എത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്ത 18 മന്ത്രിമാരും അവിടെയുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്കൊപ്പം രാജ്ഭവനിൽ തത്സമയ ദൃശ്യങ്ങൾ. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം, അധികാരമേറ്റെടുത്ത ശേഷം ഉള്ള ഒരു പ്രധാന കീഴ്വഴക്കം തന്നെയാണ് ഗവർണറുടെ സൽക്കാര ചടങ്ങ്. അത് വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിരിക്കുന്നു എന്ന നിമിഷങ്ങൾ കൂടിയാണ് പ്രേക്ഷകർക്കായി ദൃശ്യങ്ങൾ സഹിതം പങ്കുവയ്ക്കുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച് ഉള്ള പുറത്തെത്തുന്ന കാര്യങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പ്രേക്ഷകർക്കായി ഓർമ്മിപ്പിക്കാം. അവർ ദൃശ്യങ്ങൾ കണ്ടോട്ടെ, ഒപ്പം വിവരങ്ങൾ കൂടി കൈമാറാം. അരുൺ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരവും പൊതുഭരണവും ഒപ്പം IT-യും അദ്ദേഹം തന്നെ കൈകാര്യം ചെയ്യും. അതിനുശേഷം EP ജയരാജനാണ് വ്യവസായവും കായികവും കൈകാര്യം ചെയ്യുക. AK ബാലൻ നിയമവും സാംസ്കാരിക വകുപ്പും, G സുധാകരൻ പൊതുമരാമത്ത് വകുപ്പ് ആണ് കൈകാര്യം ചെയ്യുക. കടകംപള്ളി വൈദ്യുതി
മന്ത്രിയും ദേവസ്വം മന്ത്രിയും ചുമതലകൾ വഹിക്കും. AC മൊയ്തീൻ സഹകരണം ടൂറിസം വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുക. C രവീന്ദ്രനാഥ് വിദ്യാഭ്യാസം C രവീന്ദ്രനാഥാണ് കൈകാര്യം ചെയ്തത്. മേഴ്സിക്കുട്ടി അമ്മ ഫിഷറീസ് വകുപ്പും പരമ്പരാഗത വ്യവസായവും തന്നെ കൈകാര്യം ചെയ്യും. KT ജലീലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുക. K രാജു ആണ് വനം മൃഗസംരക്ഷണവും കൈകാര്യം ചെയ്യുന്നത്. E ചന്ദ്രശേഖരനാണ് റവന്യൂ E ചന്ദ്രശേഖരൻ. VS സുനിൽകുമാർ കൃഷി. P തിലോത്തമൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ്. മാത്യു T തോമസ് ജലവിഭവം. AK ശശീന്ദ്രൻ ഗതാഗത വകുപ്പ്. കടന്നപ്പള്ളി തുറമുഖവും പുരാവസ്തു വകുപ്പും കൈകാര്യം ചെയ്യും. ഇങ്ങനെയാണ് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് പുറത്തെത്തുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളവ. ഇനി ഔദ്യോഗിക പ്രഖ്യാപനത്തിൽ കൃത്യമായ വകുപ്പുകൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്താനാകും. അരുൺ, നിരവധി വെല്ലുവിളികൾ, വികസനത്തെ സംബന്ധിച്ച് പുതിയ മാർഗങ്ങൾ, വികസനത്തെ സംബന്ധിച്ച് ജനകീയ മുഖമുള്ള പ്രകൃതിപക്ഷമായ ഒരു പുതിയ വികസന നയമാണ് തങ്ങളുടേതെന്ന് പറയുന്നു. അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതിയെ വെച്ചു പൊറുപ്പിക്കില്ലെന്ന് മാത്രമല്ല 7 അയലത്ത് പോലും അടുപ്പിക്കാത്ത സംവിധാനങ്ങൾ സുശക്തമാക്കുകയാകും ഞങ്ങളുടെ ഭരണകൂടം ചെയ്യുക. ഞങ്ങൾ അധികാരത്തിലെത്തുമ്പോൾ പ്രഖ്യാപിച്ച എല്ലാ ജനകീയ പ്രശ്നങ്ങളിലുമുള്ള ഇടപെടലും കൃത്യമായ പരിഹാരവും ഉണ്ടാകും. പ്രധാനപ്പെട്ട ഒരു വിഷയം സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വീടിനുള്ളിൽ പോലും സ്ത്രീകൾ സുരക്ഷിതമല്ലാത്ത കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതെ, ഇക്കാര്യത്തിൽ അന്നത്തെ നിയുക്ത മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയോട് ഇപ്പോഴല്ല 2 ദിവസം മുമ്പ് ആവശ്യപ്പെട്ടിരുന്നതും ഇത് തന്നെയാണ്. കാരണം സ്ത്രീ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണം എന്നുള്ളതായിരുന്നു. അതിനുമപ്പുറം ഈ വലിയ പ്രകടന പത്രികയിൽ എന്താണോ അവർ അവകാശപ്പെട്ടത് അത് അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പാക്കാനുള്ള ബാധ്യതയും ജനപക്ഷ വികസനത്തിന്റെ ഒരു വലിയ മുഖം കൂടി, ജനകീയ മുഖമുള്ള സർക്കാർ, ജനകീയ മുഖമുള്ള വികസനം കൂടി വരുത്തേണ്ടതുമുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ തുടങ്ങിയ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് വേഗത കൂട്ടേണ്ടതുണ്ട്. ഒപ്പം തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ, കേരളത്തിലെ കൂടുതൽ നഗരങ്ങൾ സ്മാർട്ട് നഗരങ്ങളായി മാറണം. എന്തായാലും അതിന് പുതിയ റോഡുകൾ, കോവളത്തെയും വടക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ജലഗതാഗത മാർഗങ്ങൾ, പ്രകൃതിക്കോ പൊതുജനങ്ങൾക്കോ ദോഷം ചെയ്യാത്ത പദ്ധതികളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുക. അതൊക്കെയാണ്. കാരണം വികസനം എന്നത് അവരുടെ ടാഗ് ലൈനിൽ പറയുന്നത് പോലെ, അവർ അവകാശപ്പെടുന്നത് പോലെ, കാരണം സാധാരണക്കാരനിലേക്ക് എത്തുന്നതാണ് വികസനം. പ്രകൃതിക്കോ പൊതുജനങ്ങൾക്കോ ദോഷം ചെയ്യാത്ത പദ്ധതികളെ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ആ അർത്ഥത്തിൽ വികസനം ഉണ്ടാകുന്നത്. അതൊക്കെ കാണേണ്ടതുണ്ട്. അത് നടപ്പാക്കേണ്ട മന്ത്രിമാരാണ് നിലവിൽ രാജ്ഭവനിൽ ഈ TV സ്ക്രീനിന് മുന്നിൽ നമുക്ക് മുന്നിൽ ഉള്ളത്. അത് അതിൻ്റെ വിശാലമായ അർത്ഥത്തിൽ ജനകീയ മുഖമുള്ള വികസനം എന്ന് അവർ അവകാശപ്പെടുന്നത് പോലെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്ന് തന്നെയാണ് സ്വാഭാവികമായും ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്. ആ വലിയ പ്രതീക്ഷയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊന്നടങ്കം ഉള്ളതും. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ രാജ്ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ സഹമന്ത്രിമാർ, അവരുടെ കുടുംബങ്ങൾ, അദ്ദേഹം ജസ്റ്റിസ് P സദാശിവം, ഗവർണർ P സദാശിവം ഏർപ്പെടുത്തിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ്. ഇതിനുശേഷം മന്ത്രിസഭാ യോഗം ഉണ്ടാകും സെക്രട്ടേറിയറ്റിൽ. എനിക്ക് തോന്നുന്നു 5:43 സമയം സ്റ്റുഡിയോ ക്ലോക്കിൽ. 6 മണിക്കാണ് മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ ഇതുവരെ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചു. എന്തായാലും 6 മണിക്ക് മന്ത്രിസഭാ യോഗം, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ മന്ത്രിസഭാ യോഗം. അതിനുശേഷം 6:30 അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അജിംഷാദ്, അത് തന്നെയാണ് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓർമ്മപദങ്ങളിലേക്ക് പെട്ടെന്ന് ക്ഷണിച്ചത് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിന് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം കക്ഷി രാഷ്ട്രീയ മാനമല്ല, രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതായത് സമകാലിക കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ സംബന്ധിച്ച് ഒന്നുള്ളത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. സ്ത്രീ സുരക്ഷ ഒരുപക്ഷെ പൊതുവേദിയിലോ പൊതു ഇടങ്ങളിലോ മാത്രമല്ല, ഏറ്റവും സ്വകാര്യമായ സ്വന്തം വീട്ടിൽ പോലും ഒരു സ്ത്രീക്ക് സ്വതന്ത്രമായി ഉറങ്ങാനോ ഇരിക്കാനോ ആകാത്ത വിധമുള്ള സംഭവവികാസങ്ങളാണ് നമ്മൾ പെരുമ്പാവൂരിൽ ജിഷ കൊലപാതകത്തിലൂടെ, ഒരുപക്ഷെ ജിഷ കൊലപാതകം ലോകത്തെ അറിയിച്ചത് ഇത്ര കണ്ട് ചർച്ചയാക്കിയത് പീപ്പിൾ ടി വിയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കൂടി ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട്. കാരണം അവിടെയാണ് അങ്ങനെയാണ് മഞ്ജു വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഓർമ്മയുണ്ടോ ആരുണ്ട് പറയാൻ ഈ ഘട്ടത്തിൽ?
കൃത്യമായ വാചകങ്ങൾ പദാനുപദം ഞാൻ ഓർക്കുന്നില്ല എങ്കിൽ പോലും അതായത് മഞ്ജു വാര്യർ പറഞ്ഞത് ഇങ്ങനെയാണ്. പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി കേരളത്തിലെത്തുമ്പോൾ ഞങ്ങൾ സ്ത്രീകൾ കൃത്യമായും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപപ്പെടും. ക്രമസമാധാനത്തിലും അതെ, രാഷ്ട്രീയത്തിലും അതെ, സാംസ്കാരികതയിലും അതെ, ഞങ്ങൾ ആ ഉറപ്പ് താങ്കളിൽ നിന്ന് പ്രതീക്ഷിച്ചു കൊള്ളട്ടെ. തീർച്ചയായും മുഖ്യമന്ത്രി എന്ന പിണറായി വിജയനിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സാധാ വീട്ടമ്മ മുതൽ ഒരു സെലിബ്രിറ്റി വരെയുള്ള വാചകങ്ങളുടെ മുഴുവൻ ചേരുവകളും ചേർത്താണ് ശ്രീമതി മഞ്ജു വാര്യർ ആ വിഷയത്തെ സംബന്ധിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. അരുൺ, അത്രമേൽ അരക്ഷിതമായ ഒരു ബോധ്യത്തിൽ നിന്നുമായിരുന്നു മഞ്ജു വാര്യരെ പോലെ ഒരു സെലിബ്രിറ്റിക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ടി വന്നത് എങ്കിൽ അവരുടെ അനുഭവത്തിൽ നിന്നും ആ ബോധത്തിൽ നിന്നുമാണ് അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ അവർക്കുണ്ടായത് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ വലിയ ഉത്തരവാദിത്വം തന്നെയാണ് ഇവിടെ ഏൽക്കേണ്ടി വരുന്നതും. തീർച്ചയായും അജിംഷാദ്, ഇവിടെ സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകർ ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകർ ഒക്കെ നമ്മോട് നേരത്തെ സൂചിപ്പിച്ചത് അവർ ഉയർത്തുന്ന ചില ചോദ്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന മന്ത്രിസഭ അഴിച്ചുപണി ഉണ്ടാകുന്നത് എവിടെയാകും എന്നതടക്കം പോലീസ് മേഖലയിൽ ഏതൊക്കെ തരത്തിൽ നമുക്കറിയാം. ജേക്കബ് തോമസിനെ കെട്ടിടം പണിയുടെ ചുമതലയിൽ നിന്ന് മാറ്റുമോ, ഋഷിരാജ് സിംഗിനെ ചപ്പാത്തി ചുടുന്ന പണിയിൽ നിന്ന് മോചിപ്പിക്കുമോ എന്നൊക്കെ രസകരമായി ചോദിക്കുന്നുണ്ട്. കാരണം ഏറ്റവും കഴിവുറ്റ ഭരണാധികാരികളായിരുന്നു അവർ. ജേക്കബ് തോമസ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഗൗരവമായി കുറുക്കിക്കൊള്ളുന്ന വിമർശന ശരങ്ങൾ എയ്തത് അദ്ദേഹമായിരുന്നു. ഇത്തരത്തിലൊരു അധികാര പദവിയിൽ ഇരുന്നു കൊണ്ട് ജേക്കബ് തോമസിനെ പോലെ ഒരു ഉയർന്ന IAS ഓഫീസർക്ക് ഇത്തരത്തിൽ ഒരു മുതിർന്ന IPS ഓഫീസർക്ക് ഇത്തരത്തിൽ ഒരു നമുക്ക് ഒരു ഇടവേള അനിവാര്യമായിരിക്കുന്നു. തീർച്ചയായും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ അധികാരമേറ്റു. ഒപ്പം 18 മന്ത്രിമാരും അടങ്ങുന്ന സംഘം ഇപ്പോൾ ഗവർണറുടെ വസതിയിൽ വിരുന്നു സൽക്കാരം സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഉള്ളതാണ് നടപടിക്രമങ്ങൾ. മന്ത്രിസഭാ യോഗമുണ്ട്. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന വാർത്താ സമ്മേളനമുണ്ട്. രാഷ്ട്രീയ കേരളം ഒന്നാകെ ഉറ്റുനോക്കുന്ന ആ നിമിഷങ്ങളിലേക്ക് എല്ലാ സജ്ജീകരണങ്ങളോടുകൂടി ഓരോ വാർത്തയും നൽകാൻ സുസജ്ജമായി പീപ്പിൾ TVയും നിങ്ങളോടൊപ്പം.